ഗ്രൂപ്പിലുള്ള എൻ്റെ ചങ്ങാതിമാരെ, ചങ്കായ ബ്രോസെ, നിങ്ങളോട് പറയാൻ എനിക്കുള്ളത് ഒരു കാര്യമാണ്. നമ്മൾ വിജയ് ഫാൻസ് ഉണ്ട്, സൂര്യ ഫാൻസ് ഉണ്ട്. ഫാൻസുകാർ തമ്മിൽ ഇങ്ങനെ വിജയുടെയും സൂര്യൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ അടികൂടുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇവർ തമ്മിൽ കൂട്ടുകാരാണ്, വളരെ വലിയ കൂട്ടുകാരാണ്. എന്നും വെച്ചാൽ സൂര്യ ഞാനങ്ങ് പൊക്കി പറയാമല്ല കേട്ടോ. സൂര്യ അഭിനയിക്കുന്ന അഭിനയത്തിനുള്ള ഒരു കാശിനും കർമ്മത്തിനും കൊള്ളാത്തൊരു അഭിനയം. ഞാനിത് വിജയ് ഫാൻസ് ആയതുകൊണ്ട് പറയുകയല്ല, നമ്മുടെ വിജയണ്ണൻ അഭിനയിക്കുന്ന പോലെ സൂര്യക്കണ്ണൻ അഭിനയിക്കാൻ പറ്റത്തില്ല. ഒരു മാതിരി ജാട രീതിയുള്ളൊരു സംസാരവും ഒരുമാതിരി ലോകത്തൊക്കെ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് സൂര്യയുടെ സിനിമയിൽ. ഈ സമയം നമ്മുടെ വിജയൻ്റെ സിനിമയിൽ അങ്ങനെയല്ല. നമ്മുടെ വിജയ ചേട്ടൻ്റെ സിനിമയിൽ എന്താണ് സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിജയുടെ സിനിമയിൽ വരുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ഫയർമാനാവട്ടെ, ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ ഫയർമാനാവട്ടെ, വേണ്ട ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ ഫയർമാനാവട്ടെ, അങ്ങനെയുള്ള വിജയുടെ ഒരുവിധം എല്ലാ സിനിമകളും എടുക്കട്ടെ, വിഷ്ണു ആവട്ടെ, ഏത് സിനിമ എടുത്താലും സിനിമയിലെല്ലാം അതിനകത്തെല്ലാം നമുക്ക് സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാൻ വളരെ കച്ചവടപരമായിട്ടുള്ള രീതിയാണ്. വിജയയുടെ ഭൈരവ സിനിമയിൽ കാണിച്ചിരിക്കുന്നതും യാഥാർത്ഥികമായിട്ടുള്ള കാര്യമാണ്. ഇത് കണക്ക് നാടിനും ജനങ്ങൾക്കും ഉപകാരപ്രദമായ കാര്യങ്ങളാവണം സിനിമയിലുണ്ടാകേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു പ്രേമവും ഒരു ഡാൻസും ഒരു ചേസും ഒരു ഫൈറ്റും ഇതൊക്കെ എന്തിനു കൊള്ളാം? ചുമ്മാ ലോക്കൽ ചാനലുകളിൽ ഓരോ കോമഡി പരിപാടികൾ കാണിക്കുന്ന പോലെ ഒരു യുക്തിക്ക് ബോധമില്ലാത്ത കോമഡികൾ കാണിക്കുക, കാലെന്ന രീതിയിലുള്ള ഒരു അഭിനയം, ഇതൊക്കെയാണോ യഥാർത്ഥമായിട്ടുള്ള ഒരു സിനിമ? സിനിമയുടെ വില കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയ രീതി. അതുപോലെ നമ്മുടെ രജനികാന്ത് ആക്ഷൻ കാണിക്കുന്നത്, ആക്ഷൻ സിനിമകളാണ് കൂടുതലുള്ളത്. ആക്ഷൻ വെറും ഓവർ ആക്ഷൻസാണ്. എന്താ ഈ ഓവർ ആക്ഷൻ ആണെങ്കിലും ഈ പ്രായത്തിലും അദ്ദേഹം കാഴ്ചവെക്കുന്ന സിനിമയോട് കാണിക്കുന്ന ഒരു അഭിരുചി അത് പറയത്തക്ക രീതി ആണെങ്കിലും സൂര്യ കാണിക്കുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സിനിമയോട് ഒരു രീതിക്കില്ലാത്ത ഏഴാം അറിവ് എന്നുള്ള സിനിമയിൽ സൂര്യ എന്താണ് കാണിച്ചിരിക്കുന്നത്? വെറും അലന്ന രീതിയിൽ വേണ്ടിയിട്ട് എത്ര കഴിവുള്ള ഒരു മനുഷ്യനായാലും സ്വന്തം ശരീരഭാരത്തിൻ്റെ പരിധി അനുസരിച്ച് മാത്രമേ ഒരു മരമൊക്കെ മരമെടുത്ത് അത് തുണി പിഴിയുന്ന പോലെ പിഴിഞ്ഞ് പൊടിച്ച് കളയാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ യാഥാർത്ഥികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണോ? നിങ്ങളെല്ലാം ചിന്തിക്കുക. ഇതൊക്കെയാണോ സിനിമ? സിംഗം 1, സിംഗം 2, സിംഗം 3 ഇങ്ങനെ ഓരോരോ സീരീസുകളുണ്ടാക്കി ഓരോ സിനിമ ഇറക്കി ചുമ്മാ മാർക്കറ്റ് വാല്യൂ ഇടിക്കാന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ സൂര്യക്കട്ടി ഭേദം കാർത്തികനാണ് കേട്ടോ. അവൻ്റെ അഭിനയത്തിന് അല്പശില്പം ഇതുണ്ടെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് കാർത്തികയുടെ അഭിനയം അവർക്ക് ഇഷ്ടപ്പെടാത്തത്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും എല്ലാവരും അഭിനയിക്കുന്ന പോലെ നമ്മൾ പണ്ടുള്ളവർ പറയും, ഈ ആന തൂറുന്ന കണ്ട് ആട് തൂറാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന പോലെ നമ്മുടെ വിജയ് ചേട്ടൻ അഭിനയിക്കുന്ന പോലെ സൂര്യ അഭിനയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. എന്താണ് സിനിമ? ആദ്യം നല്ല 4 പേരുടെ സിനിമ കണ്ട് പഠിക്കട്ടെ, അതിനുശേഷം സൂര്യ സിനിമ അഭിനയിക്കട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നല്ല രീതിക്കൊക്കെ അഭിനയിക്കുക, കുറച്ചൊക്കെ അഭിനയമൊക്കെ മെച്ചപ്പെടുത്തുക. ചുമ്മാ ചവറ പോലെ സിനിമ അഭിനയിക്കാതെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അഭിനയിച്ച് നല്ല രീതിക്ക് ഒക്കെ നോക്കുക. അങ്ങനെയാണെങ്കിൽ സൂര്യയ്ക്ക് ഒരു ഭാവിയുണ്ട്. റിലീസിങ്ങിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് ഭൈരവ കളക്ഷനിൽ ഇത്തിരി വ്യതിയാനം വന്നു പോയത്. സിംഗദ്രയുടെ കളക്ഷനൊന്നും ഒരു കളക്ഷനല്ല, ഇതിനൊക്കെ എത്രയോ പടി മേളിൽ വന്നതാണ്. ഇത് ഞാൻ
തമിഴ്നാട്ടിലുള്ള വിജയ് ഫാൻസിനും കേരള വിജയ് ഫാൻസിനും വേണ്ടി സമർപ്പിക്കുന്നു.